അപ്പം നമുക്ക് ഈ ബുദ്ധൻ്റെ ജനനത്തെക്കുറിച്ചോ മരണത്തെക്കുറിച്ചോ ഒന്നും നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് UPSC പേഴ്സ്പെക്റ്റീവിൽ നമുക്ക് വേണ്ടത് എന്താണ്, ബുദ്ധൻ എങ്ങനെയാണ് ഈ ബുദ്ധമതം എന്ന് പറയുന്നൊരു സെക്ട് അല്ലെങ്കിൽ ബുദ്ധിസം എന്ന് പറയുന്ന സെക്ട് എങ്ങനെ രൂപീകരിച്ചു, എങ്ങനെ ആ ഒരു ഫിലോസഫിയിലേക്ക് ബുദ്ധൻ ഇറങ്ങി എന്നുള്ള കാര്യമാണ് നമുക്ക് വേണ്ടത് അല്ലേ. അപ്പോൾ നോക്കുക, ബുദ്ധൻ ജനിച്ച സമയം മുതലേ ശുദ്ധോധന മഹാരാജാവിനോട് പല അസ്ട്രോളജേഴ്സ്, കോർട്ടിലൊക്കെ ഉണ്ടായിരുന്ന പല പല അസ്ട്രോളജേഴ്സ് ശുദ്ധോധന മഹാരാജാവിനോട് പറയുമായിരുന്നു, നിങ്ങൾ ബുദ്ധനെ അല്ലെങ്കിൽ സിദ്ധാർത്ഥനെ അധികം പുറത്തോട്ടൊന്നും വിടണ്ട. കാരണം സിദ്ധാർത്ഥന്റെ ക്യാരക്ടർ വെച്ച് നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് സെൻസിറ്റീവ് ആകാൻ സാധ്യതയുള്ളൊരു വ്യക്തിയാണ്. പെട്ടെന്ന് ആളുടെ മനസ്സ് മാറാൻ സാധിക്കും, ഡൈവേർട്ട് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് ഒരു പരിധിക്കപ്പുറം പാലസിൽ നിന്ന് പുറത്തോട്ടൊന്നും വിടണ്ട. ഇതായിരുന്നു ശുദ്ധോധന മഹാരാജാവിനോട് പല അസ്ട്രോളജേഴ്സും അഭിപ്രായപ്പെട്ടത്. അതുകൊണ്ട് തന്നെ വളരെ കുട്ടിക്കാലം മുതലേ പാലസിൽ മാത്രം ഒതുങ്ങിക്കൂടിയ ഒരാളായിരുന്നു സിദ്ധാർത്ഥൻ. അധികം പുറത്തോട്ടൊന്നും പോയിട്ടില്ല. അതിനുശേഷം പ്രായപൂർത്തിയാവുന്നു, കല്യാണം കഴിക്കുന്നു, യശോധര ഭാര്യ, മകൻ രാഹുലൻ. കുറേ നാൾക്ക് ശേഷം അത്യാവശ്യം ഈ ഒരു ഏജിലൊക്കെ ആയപ്പോൾ പുള്ളി എന്ത് ചെയ്തു, സൂതനൊപ്പം, പുള്ളിയുടെ സ്വന്തം ചാരിയറ്റർ രഥം ഓട്ടിക്കുന്ന സൂതനൊപ്പം ഒരു ദിവസം പാലസ് വിട്ട് ഇറങ്ങുകയാണ്. ചുമ്മാ ജസ്റ്റ് നാട് കാണാനായിട്ട് ഇറങ്ങിയതാണ്. ഇറങ്ങിയ സമയത്ത് 4 കാഴ്ചകൾ ബുധന്റെ കണ്ണിൽ ഉടക്കി എന്നാണ് പറയുന്നത്. 4 കാഴ്ചകൾ, 4 പേരെ ബുധൻ കണ്ടു. ഒന്ന്, ഒരു ഓൾഡ് മാൻ, ഒരു പ്രായപൂർത്തിയായ ഒരു പ്രായമുള്ള ഒരു ഓൾഡ് ഏജ് പേഴ്സണെ കാണുന്നു. അസുഖം ബാധിച്ച ഒരു സിക്ക് മാൻ കാണുന്നു. ഒരു ഡെഡ് ബോഡി കാണാനിട വന്നു. അതുപോലെ ഒരു അസറ്റിക് അല്ലെങ്കിൽ ഒരു സന്യാസി, ഒരു ഹെർമിറ്റ്. ഈ 4 കാഴ്ചകൾ ബുദ്ധൻ കാണുകയാണ്. ഒരു ഓൾഡ് ഏജ് മാൻ, ഒരു സിക്ക് മാൻ, എ ഡെഡ് ബോഡി ആൻഡ് എൻ അസറ്റിക്. അപ്പൊ ബുദ്ധൻ ആലോചിക്കാൻ തുടങ്ങി, എന്തുകൊണ്ടാണ് ഇങ്ങനെ ആൾക്കാർക്ക് വയസ്സാകുന്നത്, ഓൾഡ് ആകുന്നത് എന്തുകൊണ്ടാണ് ഒരാൾക്ക് അസുഖം ബാധിക്കുന്നത്, എന്തുകൊണ്ടാണ് ഡെഡ് ബോഡീസ് ഉണ്ടാകുന്നത്, ഒരാൾ മരിക്കുന്നത് എന്തുകൊണ്ടാണ്, അതുപോലെ എന്തുകൊണ്ടാണ് ഒരാൾ സന്യാസിയായിട്ട് മാറുന്നത്, എന്താണ് ദ റിയൽ ട്രൂത്ത്, എന്താണ് ദ റിയാലിറ്റി ഓഫ് ലൈഫ്, എന്താണ് എന്നറിയാനായിട്ട് ബുദ്ധൻ ശ്രമിക്കുകയാണ്. അപ്പൊ ചിന്തിച്ച് എത്രയായിട്ടും ബുദ്ധൻ ആ ഒരു ഉത്തരം കിട്ടുന്നില്ല. ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ബുദ്ധന് കിട്ടാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പൊ ഒരു സുപ്രഭാതത്തില് ബുദ്ധൻ വീട്ടിലുള്ള എല്ലാവരോടും പറഞ്ഞിട്ട് പാലസ് വിട്ട് ഇറങ്ങുകയാണ്. ഇങ്ങനെ വാൻഡർ ചെയ്യാനായിട്ട്, സന്യാസമാർഗം സ്വീകരിക്കുന്നു എന്ന രീതിയിൽ എന്താണ് യഥാർത്ഥ ട്രൂത്ത് അത് അറിഞ്ഞിട്ടേ ഞാൻ തിരിച്ചുള്ളൂ എന്ന് പറഞ്ഞിട്ട് ബുദ്ധൻ ഒരു ദിവസം സ്വന്തം സൂതനൊപ്പം പാലസിൽ നിന്ന് വിട്ടിറങ്ങുകയാണ്. ഓക്കെ, ഭാര്യയും മകനെയും എല്ലാം കൊട്ടാരത്തിൽ തന്നെ ഉപേക്ഷിച്ചു. എന്നിട്ട് വീട് വിട്ടിറങ്ങി അല്ലെങ്കിൽ പാലസ് വിട്ട് ഇറങ്ങുകയാണ്. ആദ്യം കുറച്ച് നാൾ സൂതൻ കൂടി ഉണ്ടായിരുന്നു കൂടെ. പക്ഷെ പതുക്കെ സൂതൻ തിരിച്ച് പാലസിലേക്ക് പോകുന്നു. അവസാനം ബുദ്ധൻ ഒറ്റയ്ക്കാവുന്നു, സിദ്ധാർത്ഥൻ ഒറ്റയ്ക്കാവുന്നു. കുറേ നാള് ഇങ്ങനെ വാൻഡർ ചെയ്ത് ജീവിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, ഏകദേശം 6-7 വർഷത്തോളം ഹി വാൻഡേർഡ്. പുള്ളി ഇങ്ങനെ നാട് വിട്ട് അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്, 6 വർഷത്തോളം. എന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ 35-ാം വയസ്സിൽ ബോധ്ഗയ, ഉരുവേല അഥവാ ബോധ്ഗയ, നമ്മുടെ ഇന്നത്തെ ബീഹാറിന്റെ ഭാഗമാണ്, അവിടെ വെച്ച് ബുധനെ എൻലൈറ്റൻമെന്റ് കിട്ടുവാണ്. എൻലൈറ്റൻമെന്റ് എന്ന് പറയുമ്പോൾ ബോധോദയം അല്ലെ കിട്ടുകയാണ്. എന്താണ് ട്രൂത്ത്, ഇത് ബുദ്ധൻ മനസ്സിലാക്കി. ട്രൂത്ത് തേടിയാണല്ലോ ഇറങ്ങിപ്പോകുന്നത്. അപ്പൊ അതുകൊണ്ട് കുറേ വർഷത്തോളം ആലഞ്ചിൽ നടന്നു. അവസാനം 35-ാം വയസ്സിൽ ഉരുവേല അഥവാ ബോധ്ഗയയിൽ വെച്ച് ഹി ഗോട്ട് എൻലൈറ്റൻമെന്റ്. പുള്ളിക്ക് ബോധോദയം ലഭിച്ചു. എന്താണ് ട്രൂത്ത് എന്ന് കണ്ടെത്തി എന്നാണ് പറയുന്നത്. അപ്പൊ ഈ എൻലൈറ്റൻമെന്റിനെ ബുദ്ധമതത്തിൽ പറയുന്ന പേരാണ് നിർവാണ. ഓക്കെ, നിർവാണ എന്ന് പറയുന്ന വാക്ക് ഒരു സംസ്കൃത വാക്കാണ്. പക്ഷേ അന്നത്തെ കാലഘട്ടത്തിൽ ആൾക്കാർ കൂടുതലും സംസാരിച്ചിരുന്ന ഭാഷ പ്രാകൃത പാലി ഭാഷ. പ്രാകൃത പാലി ഭാഷകളിൽ നിർവാണയ്ക്ക് പറയുന്ന പേരാണ് നിബ്ബാണ. ഓക്കെ, അവിടെ ഇറുന്നൊരു വാക്ക് പ്രാകൃതയിലും പാലിയിലും അധികം യൂസ് ചെയ്യാറില്ല. കോമൺ പീപ്പിൾ സംസാരിക്കുന്ന ഭാഷയാണ് പാലി, പ്രാകൃതം എന്നൊക്കെ പറയുന്നത്. പ്രാകൃതനാണെങ്കിൽ ഒരു ടിപ്പിക്കൽ സ്ക്രിപ്റ്റ് പോലും ഇല്ല. പല സ്ക്രിപ്റ്റുകളിൽ യൂസ് ചെയ്ത് എഴുതുന്ന സംഭവമാണ്, ലാംഗ്വേജ് ആണ് പ്രാകൃതം. പാലിക്ക് പക്ഷേ ചെറിയ ഇതിൽ സ്ക്രിപ്റ്റുകൾ ഡെവലപ്പായി വന്നിട്ടുണ്ട്. അപ്പൊ നിർവാണ ഓർ നിബ്ബാണ അറ്റൈൻ ചെയ്യാണ് അറ്റ് ദി ഏജ് ഓഫ് 35. ഓക്കെ, ഇൻ ബോധ്ഗയ. വീട് വിട്ട് ഇറങ്ങി എന്ന് പറഞ്ഞൊരു ഇവന്റ് ഇല്ലേ, ഇതിനെ നമ്മൾ ബുദ്ധമതത്തിനകത്ത് മഹാബിനിഷ്ക്രമണ എന്നാ പറയുന്നത്. ഇൻ സെർച്ച് ഓഫ് ട്രൂത്ത്, ട്രൂത്ത് തേടി വീട് വിട്ട് ഇറങ്ങുക എന്ന് പറയത്തില്ല, അതിനെ ബുദ്ധമതത്തിൽ പറയുന്ന ടെർമിനോളജി. ഓരോ ബുദ്ധന്റെ ഇവന്റ്സിനും ഓരോ ടേംസ് വെച്ചിട്ട് പറയാറുണ്ട്. മഹാബിനിഷ്ക്രമണ എന്ന് വെച്ചാൽ ഇൻ സെർച്ച് ഓഫ് ട്രൂത്ത്, ഇറങ്ങി പോവുക എന്നർത്ഥം.
നിർവാണ എന്ന് പറയുമ്പോൾ എൻലൈറ്റൻമെന്റ് എന്ന അർത്ഥം. ആൽമരത്തിന്റെ ചുവട്ടിൽ വെച്ച എൻലൈറ്റൻമെന്റ് കിട്ടുന്നത്. അങ്ങനെ ബോധോദയം ലഭിച്ചതിന് ശേഷം ഹി കണ്ടക്ടഡ് ഹിസ് ഫസ്റ്റ് സെർമൺ. ഫസ്റ്റ് സെർമൺ എന്ന് വെച്ചാൽ ആദ്യ ടീച്ചിങ്സ്, മനസ്സിലായ കാര്യങ്ങൾ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. എവിടെ വെച്ചാൽ ആദ്യത്തെ ടീച്ചിങ് നടത്തിയത്? സാർനാഥിൽ വെച്ചാണ്. ഓക്കെ, ഇന്നത്തെ UP ഭാഗം, ബീഹാറിന് കുറച്ചപ്പുറത്തുള്ളൊരു സ്ഥലം UPയുടെ ഈസ്റ്റേൺ ഭാഗത്തുള്ള സാർനാഥ് എന്ന സ്ഥലത്ത് വെച്ച് ഒരു ഡിയർ പാർക്ക്, ഒരു സാർനാഥ് ഒരു ഡിയർ പാർക്ക്, ഒരുപാട് മാനുകൾ ചുറ്റുമുണ്ടായിരുന്ന ഒരു കാടായിരുന്നു. ആ കാട്ടിൽ വെച്ച് കണ്ട കുറച്ചു പേർക്ക് പുള്ളിയുടെ ടീച്ചിങ്സ് പറഞ്ഞു നൽകുകയാണ്. അതാണ് ആദ്യത്തെ ടീച്ചിങ്സ്. ദ ഫസ്റ്റ് സെർമൺ വാസ് കണ്ടക്ടഡ് അറ്റ് സാർനാഥ്. ഈ ഒരു ഇവന്റിനെ ബുദ്ധമതത്തിനകത്ത് ധർമ്മചക്ര പ്രവർത്തൻ എന്നാണ് അറിയപ്പെടുന്നത്. ധർമ്മചക്ര പ്രവർത്തൻ. ദിസ് ഇവന്റ്, ദ ഫസ്റ്റ് ടീച്ചിങ് ഇസ് നോൺ ആസ് ധർമ്മചക്ര പ്രവർത്തൻ ഓർ ദ ടേണിംഗ് ഓഫ് ദ വീൽ ഓഫ് ലോ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ധർമ്മചക്ര പ്രവർത്തൻ. ഓക്കെ, മഹാബിനിഷ്ക്രമണ, നിർവാണ, ധർമ്മചക്ര പ്രവർത്തൻ നോട്ട് ചെയ്ത് വച്ചേക്കാം.